വെൽക്കം ടു NBC ജ്യോതിഷ്യം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ടോപ്പിക്ക് മേടരാശിയുടെ ക്യാരക്ടറിറ്റീസ് ആണ്. മേടരാശി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ചൊവ്വയാണ് അവിടെ ആക്ഷി. അപ്പം സ്പീഡ്, ധൈര്യം എല്ലാം കാണുന്ന ഒരു രാശിയാണ്. ഇവരുടെ അടുത്ത് താൻ ആരാന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ ലോകത്തിൽ വന്നിരിക്കുന്നതാണ് ഈ മേടരാശി. അതായത് അവരെ പറ്റി, അതായത് നമ്മൾ എന്തായിട്ട് ഉണരുന്നു, നമ്മൾ എന്താകുന്നു, നമ്മൾ ഇന്നറിനെ എന്ത് പറയുന്നു എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നവരെ ഈ രാശിക്കാരുടെ. ഇവർക്ക് പറ്റില്ല എന്ന് പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ ഹിസ്റ്ററിയിൽ ഇല്ല. അതായത് ഇവരെ കൊണ്ട് ഒരു കാര്യം എനിക്കിത് പറ്റില്ല എന്ന് പറയുവാണെങ്കിൽ അല്ലല്ലോ എനിക്കിത് പറ്റും എന്ന് അവരത് പറയാതെ തന്നെ പ്രൂവ് ചെയ്യുന്ന കാണിക്കുന്ന ഒരു ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ട് ഒരു രാശിയാണ്. ഇവരുടെ അടുത്ത് ആരും വന്ന് എന്താ പറയുക, ഒരു കൂട്ടത്തില് ഒരു ഫോർ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റിലൊക്കെ ഒരു തലവരാട്ടൊക്കെ വെക്കുന്ന ഒരു ആൾക്കാരാണെങ്കിൽ അത് ആരാന്ന് പറഞ്ഞാൽ ഇവർക്ക് എന്താ വെച്ചാൽ ലീഡിങ് കപ്പാസിറ്റി ഇരിക്കും. അതായത് എല്ലാവരുടെയും കൊണ്ട് വഴി നടത്തണം, നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ മുന്നിൽ നിന്ന് ചെയ്യണം. ഏത് ഡിപ്പാർട്ട്മെന്റിലായാലും അവർ ഫസ്റ്റ് പ്രയോറിറ്റി വഹിക്കുന്ന ഒരു സ്ഥാനത്തിലായിരിക്കും. അതായത് ഇവരെ പോലെ മറ്റുള്ളവർ ആകണം എന്നൊക്കെ ആഗ്രഹിക്കും. അതായത് ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു ഫ്രണ്ട്സ് സർക്കിളിൽ നിന്ന് വെച്ചോ, ആ ഫ്രണ്ട് സർക്കിളിൽ ഇവന് കൊള്ളാലോ, അല്ല ഇവള് കൊള്ളാലോ, ഇവൾ എന്തിനാ ലീഡർ കപ്പാസിറ്റി ഉണ്ടല്ലോ ഇവക്കെന്ന് പറഞ്ഞ് ഇവരെ എല്ലാവരും ഫോളോ ചെയ്യും. ഇവർക്ക് എന്ന് വെച്ചാൽ ആ ഫോളോ ചെയ്യുന്നതും എല്ലാവരും ഇങ്ങനെ ഒരുപാട് നമ്മളടുത്ത് ചുമതല അവരെ ഏൽപ്പിച്ചു കഴിഞ്ഞു, അപ്പൊ നമ്മളാണ് അതിന്റെ റെസ്പോൺസിബിലിറ്റി എന്നൊക്കെ ഇവർ അത് ആലോചിച്ച് എല്ലാ കാര്യങ്ങളും ഒരു പ്ലാനിങ്, ഇവരുടെ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ടിരിക്കും. അതായത് ഇപ്പൊ എന്ത് ചെയ്യാൻ പോകുന്നു, നാളെ എന്ത് ചെയ്യണം എന്നൊരു ഫ്യൂച്ചർ പ്ലാനിങ് ഒക്കെ ഇവരുടെ അടുത്ത് ഭയങ്കരമായിട്ട് കാണും. പിന്നെ പാരൻസിനെയൊക്കെ നോക്കി നടത്തുന്ന ഒരു കപ്പാസിറ്റി ഇവരുടെ അടുത്ത് വളരെ കാണും. അതായത് അവർ ചിലപ്പോൾ ദേഷ്യപ്പെടുമായിരിക്കും. ദേഷ്യപ്പെട്ടായാലും ഇവരെന്താ ചെയ്യും, ഉറപ്പായിട്ട് അവരുടെ കുടുംബത്തിനെ സ്നേഹിക്കുന്ന ഒരാളായിട്ട് ഇവരിക്കും ഉറപ്പായിട്ടും. ഇവർക്ക് എന്താന്ന് വെച്ചാൽ എപ്പോഴും ഒരു സംശയം തോന്നിക്കൊണ്ടിരിക്കും. അതായത് സംശയം എന്ന് പറഞ്ഞാൽ നമ്മളുടെ റൂട്ട് റൈറ്റ് ആണോ, അതായത് സെക്കൻഡ് ഓപ്ഷൻ കൊടുക്കത്തില്ല അവര്, എന്നാൽ ഫസ്റ്റ് ഓപ്ഷനിൽ ആരെടുത്തിലും ഇവരെന്താ പറയുക തല വണങ്ങത്തില്ല. അതായത് ശിരസ് താഴ്ത്തി നിൽക്കത്തില്ല. എന്തായാലും അവർ പറയും എന്നെ കൊണ്ട് ഇത് പറ്റും, ഞാനിത് സാധിക്കും, അപ്പൊ ഞാനിത് തന്നോട്ടെ, ഇല്ല നിങ്ങൾ ഈ ഹെൽപ്പ് ഞാൻ ചെയ്തു തരട്ടെ എന്ന് പറഞ്ഞാൽ ഇവർ പറയും അല്ല ഇത് എന്നെ കൊണ്ടാകുന്ന കാര്യമാണെന്ന് പറയുന്നതിലൊക്കെ ഇവർ ഭയങ്കര ബെസ്റ്റാണ്. മത്സരിക്കുന്ന ഒരു ക്യാരക്ടർ കാണാൻ പറ്റും. അതായത് മത്സരിക്കുന്ന ക്യാരക്ടർ വെച്ചാൽ മത്സരം എന്ന് വന്നാലേ ഇവർക്ക് അത് ഭയങ്കര ഇഷ്ടമായ ഒരു കാര്യമായിരിക്കും. നമ്മൾ മത്സരിക്കണം, ആ മത്സരത്തിൽ നമ്മളാണ് ഫസ്റ്റ് ആളായിട്ട് നിൽക്കണം. അതായത് ഒരു വിൻ ചെയ്യണം. അവരുടെ ഫുൾ തിങ്കിങ് എന്താന്ന് വെച്ചാൽ വിൻ ചെയ്യണം, ഹൗ ടു ബിക്കം സക്സസ്. അതായത് ഞാൻ എന്താണ് ആവുന്നു, എന്നിട്ട് എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ ലോകത്തിൽ എന്നെ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ ലീഡേഴ്സ്, ഈ വലിയ വലിയ തലവറുകളൊക്കെ ഉണ്ടല്ലോ, ലീഡർ കപ്പാസിറ്റിയിൽ ഇരിക്കുന്ന എല്ലാ ആൾക്കാരും അവർ ഒരുപാട് അവരെക്കുറിച്ച് ആലോചിക്കുന്ന കാരണം കൊണ്ടാണ്. അതായത് ഇവരുടെ സബ്ജക്റ്റിൽ ആരെന്തും പറഞ്ഞോട്ടെ, അപ്പം ഒരു സ്പ്രെഡിങ്, നമ്മളൊരു ഇടത്തിൽ ജീവിക്കുന്നു, അപ്പൊ പല ആൾക്കാരും പല കാര്യങ്ങളും പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരുന്ന ഇവർ ആ കാര്യത്തിലോട്ട് നിൽക്കും. പക്ഷെ അവർ ഒരുപാട് കേൾക്കാനോ, ഇൻ കേസ് അവർക്ക് അറിയുന്ന സബ്ജക്റ്റ് ആയാലും അവർ പോയി നിന്നിട്ട് അത് കേൾക്കാതെ മട്ടിൽ നിൽക്കും. എന്താന്ന് വെച്ചാൽ കേൾക്കാതെ മട്ടിൽ നിന്നാലല്ലേ ഒരു കാര്യം കൂടെ എക്സ്ട്രാ കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞ ഐഡന്റിഫിക്കേഷൻ ഒക്കെ ഇവരുടെ അടുത്ത് നിന്ന് കിട്ടും. ഇവരുടെ ഹാർട്ട് എന്ന് പറഞ്ഞാൽ വളരെ സോഫ്റ്റ് കൈൻഡാണ് ഇവര്. അതായത് ഇവരുടെ ഒരു ദേഷ്യം വന്നാൽ പിന്നെ ഒരു കൈയും കണക്കില്ല ഒരു ദേഷ്യമാണ്. അതായത് അതാണ് ഇവരുടെ ഒരു മൈനസ് എന്ന് പറയാൻ പറ്റും. അതായത് നമുക്ക് ദേഷ്യം പെട്ടാൽ അങ്ങ് അറ്റം ദേഷ്യപ്പെടും, അപ്പൊ അത് കുറച്ച് മൈനസ് ആണ്. ഇവർ എന്തായാലും ചിന്തിച്ച് ഒരു കാര്യങ്ങള് പെട്ടാൽ അതായത് കുഴപ്പമില്ല. പെട്ടെന്ന് ഡിസിഷൻ മേക്കിങ്ങിൽ ഇവർക്ക് പ്രശ്നം വരും. അതായത് ഒരു ഡിസിഷൻ ഇപ്പൊ എടുക്കണമെന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് എടുക്കും. സം പേഴ്സൺസ് അതിൽ ഇരുന്ന് കുറച്ച് ആലോചിച്ച് ഒരു ഡിസിഷൻ എടുക്കുവാണെങ്കിൽ ബെറ്റർ. ബട്ട് ഇവർ അങ്ങനെയല്ല, ഒരു ഡിസിഷൻ ഇപ്പൊ എടുക്കാൻ പറയുവാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ആ ഡിസിഷൻ എടുത്താൽ എന്താവും, അതിൽ നമ്മൾ ഫ്ലോപ്പ് ആവും. അപ്പൊ ഇവർ അത് വിചാരിക്കാതെ തന്നെ പെട്ടെന്ന് ആ ഡിസിഷൻ എടുക്കുമ്പോൾ അവർക്ക് അതിൽ ഇഷ്യൂസ് ഉണ്ടാവാൻ ചാൻസസ് ഒരുപാടുണ്ട്. ഇവരുടെ ലവ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഇവർ ഒരുപാട് സ്നേഹിക്കാൻ കൊള്ളാം. പക്ഷെ എല്ലാവരും വിചാരിക്കും ഇപ്പോൾ ഇവരുടെ ചൊവ്വ ആദിക്കായതുകൊണ്ട് ഇവർ കൊള്ളത്തില്ല, ഇവരുടെ ഹാർട്ടൊക്കെ ഭയങ്കര ഹാർഡായെന്നൊക്കെ വിചാരിക്കും. പക്ഷെ ഇവരെ നന്നായിട്ട് അറിയുന്ന ആൾക്കാർക്കറിയാം ഇവർ ഭയങ്കര ഒരു സോഫ്റ്റ് ആൻഡ് ഹംബിൾ കൈൻഡ് ഓഫ് പേഴ്സൺ ആണ്. ഇവരുടെ അടുത്ത് നമ്മൾ എളുതിൽ നമുക്ക് മിങ്കിളാകാൻ പറ്റില്ല, പക്ഷെ എന്നാൽ മിങ്കിളായാലോ അത്രയ്ക്ക് ഒരു സോഫ്റ്റ് കൈൻഡായിട്ട് എല്ലാം ഒരു മംഗളകരമായിട്ട് അവർ അത് ഫിനിഷ് ചെയ്യും. അതായത് എന്ത് അവർ സംസാരിക്കുവാണെങ്കിലും അതിലൊരു എത്തിക്സ് ആൻഡ് ലോജിക്സ് ഇരിക്കും. അതിൽ കുറച്ച് ഒരു എന്താ പറയാ ഒരു സ്പിരിച്വാലിറ്റിയും കൂടെ കളന്നിരിക്കും. ഇവർക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇവർക്ക് ആരെയും ചതിക്കാൻ അറിയത്തില്ല.
വെഗിളിയായിട്ടുള്ള സംസാരമായിരിക്കും. പക്ഷെ അത് തോന്നും ചിലപ്പം ഹാർഡ് പാർട്ടി ഇരിക്കും തോന്നും. പക്ഷെ അതിലൊന്നും കാര്യമില്ല. അവർ എന്താ വെച്ചാൽ സത്യത്തിൽ അവരെ മനസ്സിലാക്കാൻ പറ്റുവാണെങ്കിൽ അവർ വെരി വെരി സോഫ്റ്റ് കൈൻഡ് പേഴ്സൺ ആണ്. ഇവരുടെ ജോലി നോക്കിയാൽ ഈ മേടരാശിക്കാരുടെ ജോലി എന്ന് പറഞ്ഞാൽ ഈ ആർമി ഡിപ്പാർട്ട്മെന്റ്, പോലീസ് ഡിപ്പാർട്ട്മെന്റ്, വലിയ വലിയ ഫാക്ടറീസ്, പിന്നെ ഈ അയൺ സംബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ്, ഇതിലൊക്കെ ഇവർ എന്ത് ജോലി ആയാലും അതിൽ ഫസ്റ്റ് പ്രയോറിറ്റി ലീഡർഷിപ്പ് ക്വാളിറ്റി. ഇവർക്ക് അതെന്തായാലും ഇവർ ഒരു ഹൈ ഡിപ്പാർട്ട്മെന്റിലായിരിക്കും ഇരിക്കുന്നത്. ഇപ്പൊ ലോ ഡിപ്പാർട്ട്മെന്റിലായാലും അവിടെയും ഒരു ലീഡർ കപ്പാസിറ്റി ഇവർക്ക് ഇരിക്കും. ടോട്ടലി നമ്മൾ മേടരാശി പറയാൻ പോയാൽ അതിൽ കാണുന്നത് 3 പോയിന്റാണ്. അതായത് ധൈര്യം, പിന്നെ മത്സരിക്കുന്ന ഒരു പേഴ്സൺ, പിന്നെ ഭയങ്കര ഒരു എനർജറ്റിക്. ഈ മൂന്നും അവരുടെ തോൽവി എന്ന് പറഞ്ഞാൽ എന്താ അവർക്ക് അറിഞ്ഞൂടാ. അതായത് എന്റെ ജീവിതത്തിൽ ഫെയിലുവർ, ഐ ഡോണ്ട് നോ വാട്ട് ഫെയിലുവർ ഇസ് ദിസ്, അങ്ങനത്തെ ഒരു കപ്പാസിറ്റിയാണ് ഈ മീനരാശിക്ക് കൊടുക്കാൻ പറ്റിയിരിക്കുന്നത്. അപ്പൊ മീനരാശി നമ്പർ നിങ്ങളാണെങ്കിൽ നിങ്ങൾ ഒന്ന് അത് നോക്കണം, നിങ്ങൾക്ക് ഉണ്ടോ ഈ ക്യാരക്ടർ ഉണ്ടോ എന്ന്. അല്ല നിങ്ങളുടെ നെയ്ബേഴ്സിനോ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ക്യാരക്ടറൊക്കെ നിങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ആക്ച്വലി ഇവരെങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുവാന്ന് വെച്ചാൽ, നമ്മളിപ്പോ സംസാരിക്കുമ്പം സൈലന്റ് ആയിട്ട് ഒരു പേഴ്സൺ എല്ലാം വാച്ച് ചെയ്യുവാണെങ്കിൽ അവർ മീനരാശിയായിരിക്കും. ഒന്ന് ചെക്ക് ചെയ്യണം.